അങ്ങനെ 20 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം നമ്മുടെ റഹീം നാട്ടിലേക്ക് എത്തിയ ആദ്യത്തെ ജുമാ കൂടാനുള്ള പരിപാടി കേട്ടോ. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ജുമാക്ക് പോവാണ്. പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന ആളുകളോട് ഇന്നും കൂടിയൊക്കെ ഈ ബ്ലോഗർമാരൊക്കെ ഇവിടെ ഉണ്ടാവുള്ളൂ കേട്ടോ. ഒരുപാട് ആളുകൾ റഹീമിൻ്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി നിൽക്കുന്നവരുണ്ട്. ചുരുക്കം ചില ആളുകളുള്ളൂ കേട്ടോ. ഇങ്ങനെ വീഡിയോ എടുത്ത് വയ്യാതെ നടന്ന് ബുദ്ധിമുട്ടിക്കുക. അതൊരു ബുദ്ധിമുട്ടായിട്ട് റഹീം കാക്കക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ഇന്നത്തെ ദിവസം കൂടി ഇതാ ഇവിടെയൊക്കെ ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ ഫുഡുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു ആളുകളൊക്കെ ഇവിടെ നിന്ന് ഉണ്ടാകും. എന്തായാലും ഇവിടെ ആൾ ഫുള്ളായിട്ടുണ്ടാകും. അപ്പം അതും കൂടിയൊക്കെ കഴിഞ്ഞിട്ടൊരു പിരിച്ചുവിടൽ എന്ന് പറയാം കേട്ടോ. അത് കഴിഞ്ഞ് എന്തായാലും ആളുകൾ വല്ലാതെ റഹീം ഖാനെ ബുദ്ധിമുട്ടിക്കാൻ ഇങ്ങോട്ട് വരില്ല. ഇപ്പൊ പഴയ നാട്ടുകാരൊക്കെ ഇപ്പൊ ഇന്നലെ കാണാത്തവരൊക്കെ ഇന്ന് കാണുമ്പോഴുള്ള സന്തോഷം കേട്ടോ. അതാണിപ്പോ റഹീമിന്റെ മുഖത്ത് കാണുന്നത്. ഇരുപത് വർഷത്തിന് ശേഷം ജുമാ കഴിഞ്ഞിറങ്ങുന്നു സ്വന്തം നാട്ടിലെ ജുമാഅത്ത് പള്ളിയിൽ നിന്ന് റഹീം. ഒരുപാട് എല്ലാ നാട്ടുകാരെയും ഒരുമിച്ച് കാണാൻ പറ്റിയ അവസരം. കുറേ ആളുകളെ മുഖം ഓർമ്മയുണ്ട്, കുറേ ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് പരിചയപ്പെടുന്നു. അങ്ങനെയൊക്കെ കൂടി ചില ആളുകളൊക്കെ ഉണ്ടല്ലോ, ചില ആളുകളൊക്കെ മൂപ്പര് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്, പേര് അങ്ങോട്ട് വിളിച്ചാണ്. നല്ല പ്രായമുള്ള ആളുകളൊക്കെ കൂടെ ഒരുപാട് ആളുകളൊക്കെ. ഇവിടെ ഭക്ഷണമൊക്കെ ഉണ്ട് കേട്ടോ. ഇന്നേതായാലും ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും പിരിയാം. അതോടുകൂടി നമ്മൾ റഹീം ഖാനെ എല്ലാവരും ഒന്ന് ഫ്രീ ആക്കുക. നമ്മളെ കമൻറ്റിലൊക്കെ വന്ന ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ.
അപ്പം ഞാനൊക്കെ ഇന്ന് ലാസ്റ്റ് 2 ദിവസം എന്തായാലും ആളുകൾ ഉണ്ടാവുമെന്ന് അറിയില്ലേ. ഇന്നൊരു പിരിച്ചുവിടൽ മാതിരി ഇന്ന് ഫുഡൊക്കെ ഇവിടുത്തെ ആളുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഏതായാലും നല്ല ബിരിയാണി തന്നെയാണ്.